ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെദക്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ചർച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആയിട്ട് വരാമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ചർച്ചിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം നടക്കുകയാണ് കേട്ടോ. ചർച്ചിൻ്റെ തന്നെ സ്ഥലത്ത് വലിയ കാർണിവലാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കച്ചവടങ്ങളും ഒരുപാടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. ഒരുപാട് ലേറ്റായിട്ടാട്ടോ ഞങ്ങൾ വരുന്നത്. 10 മണി കഴിഞ്ഞ് കടയൊക്കെ അടച്ചതിന് ശേഷമാണ് നമ്മൾ വരുന്നത്. നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ്. ഏതായാലും ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വെച്ച് വന്നപ്പോൾ നമുക്ക് നഷ്ടം പറ്റിയില്ല. കാരണം ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും വലിയ കാർണിവൽ ഇതാണ് കേട്ടോ. ഷിമോൻ അതിൽ കയറ്റി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കൊച്ചിന് പേടിയാണ് അതിൽ കയറുന്നതിന്. അങ്ങനെ അവനെ എന്ത് ചെയ്തു, ഒരു റൗണ്ട് മാത്രം ആക്കിയിട്ട് കറക്കിയിട്ട് അവനെ അതിന് എടുത്തു. മക്കൾ പിന്നെ മറ്റേതിലൊക്കെ ഒന്ന് കയറി നോക്കി കേട്ടോ. കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ഇറങ്ങുന്നത് ആ കയറിയ ഉഷാറിലൊന്നും അല്ല കേട്ടോ. തല കറങ്ങുക ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇനി മറ്റൊന്നിലും കയറണ്ടെന്ന് പറഞ്ഞു. ഇതിലാണ് കേട്ടോ മക്കൾ കയറിയത്. ഇത് കണ്ടോ, കാണുമ്പോൾ നല്ല പേടിയുണ്ട്. അപ്പോൾ അവർ പറയുന്നത് കയറുമ്പോൾ തല കറങ്ങുക എന്നല്ലാതെ വേറെ ഒന്നും തോന്നണില്ല എന്ന്. ഇനി നമുക്ക് പള്ളിയെ പറ്റി പറയാം. തെലങ്കാനയിലെ ഏറ്റവും വലിയതും ഏഷ്യയിലെ 2ാമത്തെ വലുതുമായിട്ടുള്ള പള്ളിയാണിത്. 1914 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരാണ് കേട്ടോ ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഗോഥിക് ശൈലിയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം. അതുപോലെ തന്നെ ഒരു സമയത്ത് 5000-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അകത്തളമാണ് കേട്ടോ ഈ പള്ളിക്കുള്ളത്. - 300 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ പള്ളി നിൽക്കുന്നത്. അതുപോലെ തന്നെ 175 അടി ഉയരമുള്ള മണിഗോപുരമാണ് ഈ പള്ളിക്കുള്ളത് കേട്ടോ. ഞായറാഴ്ചകളിലാണ് കേട്ടോ പള്ളി തുറക്കാറുള്ളത്. ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ എത്താറുണ്ട്. അതുപോലെ തന്നെ വിദേശികളും എത്താറുണ്ട്. പള്ളിയുടെ ചുറ്റുപാടും പുൽത്തകിടുകളും അതുപോലെ തന്നെ ഇരിക്കാനുള്ള ചെറിയ സ്റ്റെപ്പുകളുമുണ്ട്. പള്ളിയുടെ പല ഭാഗത്തു നിന്ന് നോക്കിയാൽ പല വലിപ്പത്തിലാട്ടോ നമുക്ക് തോന്നുക. ഇത് പള്ളിയുടെ മുറ്റമാണ്. പള്ളിയുടെ മുറ്റവും അതുപോലെ തന്നെ പള്ളിയും അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളും ഒക്കെ ഗോൾഡൻ കളർ ലൈറ്റുകൾ കൊണ്ട് അതിമനോഹരമായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പള്ളി കണ്ടാൽ ഒരു സ്വർണ്ണ കൊട്ടാരം പോലെ തോന്നും. അത്രയും മനോഹരമായിട്ടാണ് കേട്ടോ പള്ളി അവർ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. കണ്ണുകൾക്ക് കുളിർമയുള്ളതും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നതുമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.